നമ്മുടെ വീട്ടിലെ ക്യാറ്റ്സ് ക്ലോയിൽ പതിവില്ലാതെ ഒരാളങ്ങനെ ഒളിച്ചിരിക്കുന്നത് കണ്ട് പലരുടെയും വീഡിയോസിൽ ഇതുപോലെ ഒരു പുഴുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ജാറിലൊക്കെ ഇട്ട് വെച്ചിരുന്ന് വിരിയിച്ച് ബട്ടർഫ്ലൈ ആയിട്ട് പുറത്ത് വിടുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇനി ഇതുപോലെ ഒരു പുഴുവിനെ കിട്ടുമ്പോൾ ഒന്ന് വിരിയിച്ച് വിടണമെന്ന്. മിക്കപ്പോഴും പുഴുവിനെ കാണുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കാറുമില്ല, ഓർക്കുമ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് പുഴുവിനെ കിട്ടാറുമില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ പുഴുവിനെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു കാര്യം ഓർമ്മ വന്ന് എന്നിട്ട് അതിനെ പിടിച്ചൊരു ഡെപ്പിയിലോട്ട് അങ്ങോട്ടാക്കി. ഡെപ്പിയിലായി പോയതിൻ്റെ ഒരു വെപ്രാളമൊക്കെ ആദ്യം പുഴു കാണിച്ചെങ്കിലും കഴിക്കാനുള്ള ഇലയൊക്കെ അങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും ആളങ്ങോട്ട് ഓക്കെ ആയി. പിന്നെ പുഴുവിന് ഫ്രീ ആയിട്ട് ശ്വസിക്കാനുള്ള ഗ്യാപ്പ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഈ വീഡിയോയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അങ്ങനെ തുടരെയുള്ള ദിവസങ്ങളിൽ പുഴുവിന് വരുന്ന മാറ്റം അതിൽ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. നമ്മൾ കൊടുക്കുന്ന ഇലയൊക്കെ ആൾ കാര്യമായിട്ട് കാലിയാക്കുന്നുണ്ടായിരുന്നു. വരുന്ന വേസ്റ്റൊക്കെ ഇടയ്ക്കും മുറയ്ക്കും നമ്മൾ ക്ലീനും ചെയ്യും. ഇലകൾ തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു 10-12 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സൈഡിലായിട്ട് പുഴുവാണെങ്കിൽ വല കെട്ടി ബട്ടർഫ്ലൈ ആകാനുള്ള തയ്യാറെടുപ്പും അങ്ങോട്ട് ചെയ്തു തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷേ വല കെട്ടി ഒരു 6-7 ദിവസമായിട്ടും ആശാൻ ഇതുവരെ വിരിഞ്ഞു വന്നിട്ടില്ല. അതാണിപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ. ഇനി ഇത് ഡെഡ് ആയോ എന്നാണ് ഡൗട്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ ബട്ടർഫ്ലൈ ആയിട്ട് വിരിഞ്ഞു വരുമോ എന്ന്. അങ്ങനെ വിരിഞ്ഞു വരുമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ.